കാണക്കാരി പഞ്ചായത്തിലൂടെയാണ് മോൻസ് ജോസഫിന്റെ പര്യടനം തുടരുന്നത്. നമുക്ക് ചോദിക്കാം, ഇത്തവണ കടുത്തുരുത്തിയിൽ എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ തവണ 42,000 നിന്ന് 4,000 ഒരു ഇടിവ് ഭൂരിപക്ഷത്തിലൊക്കെ സംഭവിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയോ എന്താണ് ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ്? ഒരു ഇടിവും കഴിഞ്ഞുണ്ടായില്ല. എല്ലാ പ്രാവശ്യവും ഭൂരിപക്ഷം വ്യത്യസ്തമാണ്. ഞാൻ 2000 വോട്ട് ജയിച്ച ഇലക്ഷനുണ്ട്. ഇവിടെ 44,000 ജയിച്ചുണ്ട്. സ്റ്റീഫൻ ജോർജുമായിട്ട് മത്സരിച്ചപ്പോഴെല്ലാം 23,000-നും 21,000-നും ജയിച്ചിട്ടുണ്ട്. പല സമയത്തും പല വോട്ടിംഗ് ഓരോ സാഹചര്യങ്ങളാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടറെങ്കിലും ജയിക്കുക എന്നുള്ളതായിരുന്നു, ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. അതിൻ്റെ കാരണം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർട്ടി പിളരുന്നു. അവർ LDF-ലേക്ക് പോകുന്നു. LDF-ഉം അവരും ചേർന്ന വലിയ ശക്തിയാണെന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഉൾപ്പെടെ ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്ത്, മണ്ഡലത്തിൽ വരുന്ന 2 ബ്ലോക്ക് പഞ്ചായത്ത് മാണിയുടെ കയ്യിൽ നിങ്ങൾ തിരിച്ചു പിടിച്ചു. ഇന്ന് ഉരുക്ക് കോട്ടയായിട്ട് നിൽക്കുക, UDF-ന്റെ ഉരുക്ക് കോട്ടയായി കടുത്തുരുത്തി നിയോജകം നിൽക്കുകയാണ്. അവ കഴിഞ്ഞ 4,500 ഇപ്രാവശ്യം നല്ല നിലയിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 10,000-ന് മേളിൽ പോകും, ഉറപ്പാണ്. ഈ അപ്പുറത്ത് നിർമ്മല ജിമ്മിയാണ് സ്ഥാനാർത്ഥി, അതിനെ എങ്ങനെയാ? കടുത്തുരുത്തിക്കാരിയല്ല, കടുത്തുരുത്തിയായിട്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ കുറെ ബന്ധുക്കളും ബന്ധുവലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അല്ല, അതിപ്പോ എല്ലാവർക്കും ഉണ്ടല്ലോ. കഴിഞ്ഞ സ്റ്റീഫൻ ജോർജിന് നല്ല ബന്ധം ഉണ്ടായിരുന്നത്, ഈ മണ്ഡലം മുഴുവൻ നല്ല ബന്ധം ഉണ്ടായിരുന്നത്. പക്ഷെ വോട്ട് വന്നപ്പോൾ സംഭവം കാര്യങ്ങൾ മാറിപ്പോയില്ലേ. ഈ ഇപ്പുറത്ത് സഭകൾ പറഞ്ഞ എല്ലാ ആവശ്യവും നടത്തി കൊടുത്തു എന്നാണ് ഇന്നലെ ജോസ് കെ മാണി നമുക്ക് ഒന്നും നടന്നില്ല. ഏത് ഞാനല്ല നിയമസഭ സഭ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷി അധ്യാപക നിയമനം 4 വർഷം വെച്ച് താമസിപ്പിച്ചതിനും ഈ തെരഞ്ഞെടുപ്പിൽ പൊതുമാപ്പ് പോരാട്ടെ. ആ അധ്യാപകർക്ക് ഇപ്പോഴും ശമ്പളം കിട്ടിയില്ലോ. ഞാനല്ല നിയമസഭ യുദ്ധം ചെയ്തു. മുഴുവൻ ബിഷപ്പുമാർ മുഴുവൻ പ്രതിഷേധിച്ചു. അപ്പോൾ ബിഷപ്പ് സൈലന്റ് ആണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. സൈലന്റും ഇല്ല, അവർ സൈലന്റ് ആണോ ഇല്ലെന്ന് ഇലക്ഷൻ സൈലന്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. UDF അധികാരത്തിൽ വരുമ്പോൾ മനസ്സിലാവും. ബിഷപ്പുമാരോട് കളിച്ചാൽ അവരെ ആവശ്യമില്ലാതെ അവർ പറഞ്ഞ കേൾക്കാതിരുന്നാൽ പ്രതികാരം ഉണ്ടാവും. അവരുടെ വിശ്വാസികൾ ഒട്ടി. ഇത്തവണ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അവസ്ഥ എന്താവും? 8 സീറ്റുകളിൽ മത്സരിക്കുന്നു. എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ ഓണത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു MLA-മാരുടെ എണ്ണം ഉണ്ടാവും, ഒരു സംശയമില്ല. സംസ്ഥാനത്ത് UDF-ലെ നേതാക്കൾക്കിടയിലെ ചെറിയ മുഖ്യമന്ത്രി തർക്കമൊക്കെ വലിയ വാർത്തകൾ ഈ സമയത്തും ഇടം പിടിക്കുന്നുണ്ട്. അത് ക്ഷീണം ചെയ്യുമോ? ഇല്ല, ഒരു ക്ഷീണം ഉണ്ടാകില്ല. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡും UDF നേതൃത്വവും എല്ലാം കൂട്ടായി ആലോചിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരാളെ തീരുമാനിക്കും. അത് നേരത്തെ തന്നെ UDF നേതൃത്വം ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കേണ്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ. ഇപ്പം അതിന്റെ പേര് UDF-ൽ ഒരു കലഹവുമില്ല. UDF പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായി ടീം UDF-ആയി വർക്ക് ചെയ്യാണ്. ഞങ്ങൾ തൊപ്പി വിതരണം, രമേശിന്റെ മാത്രം ഇതുള്ള തൊപ്പി വിതരണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ അത് ശരിക്കും സ്വാഭാവികമായിട്ടും ഒരു കടുത്തുരുത്തി മോൻസ് ജോസഫിന്റെ എന്റെ ഫോട്ടോ വെച്ചാൽ ഇവിടെ കുറെ ബനിയൻ ഇറങ്ങി. ആ ബനിയനും തൊപ്പിയൊക്കെ നോക്കിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒന്നും കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് വളരെ മോശമാണ്. ബനിയനും തൊപ്പിയും പിന്നെ റിബണും ഒക്കെ പറഞ്ഞിട്ട് അതിന് തർക്കമൊന്നും. അവരുടെ ഗ്രൂപ്പ് വെളിവാക്കുന്ന രീതിയിലാണ് ചില പൊതുപരിപാടികളിലടക്കം അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പാർട്ടിയിൽ വിവിധ നേതാക്കൾ ഉണ്ടാകുമ്പോൾ ആ നേതാക്കൾക്കെല്ലാം അവരവരുടേതായ പ്രദേശങ്ങളിൽ സഹപ്രവർത്തകരുടെ വികാരമോ അവരുടെ ഒരു നിലപാടോ ഒക്കെ നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആത്യന്തികമായി കേരളത്തിൽ ഇന്ന് UDF-ന്റെ നിലപാട് വ്യക്തമാണ്. ടീം UDF ആണ്. UDF ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായ UDF-ന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇടത് മുന്നണി അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക. അതിലൊരു തർക്കമില്ലല്ലോ. അതിലെല്ലാവരും ഒന്നിച്ചാണല്ലോ. അതൊന്നിച്ച് തന്നെ. ഈ മണി ഗ്രൂപ്പിന്റെ കരുത്താണ് കടുത്തുരുത്തിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. പണ്ടായിരുന്നു. ഇപ്പൊ 5 ടൈം ഞാൻ MLA ആയത് ജോസഫ് ഗ്രൂപ്പിന്റെ കരുത്ത് മാത്രമല്ല, ജനങ്ങളുടെ കരുത്താണ്. ജനങ്ങളുടെ കരുത്തിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി. എന്നിട്ട് ഇപ്പോഴും അവർ യാതൊരു നാണവുമില്ലാതെ അവരുടെ കോട്ടയാന്ന് പറഞ്ഞാൽ എവിടെ കോട്ട? ഒരു കോട്ടയല്ല. കോട്ടയൊക്കെ പഴയ സ്വപ്നങ്ങളാണ്. ഇപ്പൊ ജനങ്ങളുടെ കോട്ടയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ്. അവിടെ ഞങ്ങൾ ചെയ്യും. ഏതായാലും അതാണ് മോൻസ് ജോസഫിന്റെ ആത്മവിശ്വാസം. ഉരുക്കുകോട്ട, അത് UDF-ന്റെ ഉരുക്കുകോട്ടയാണ് കടുത്തുരുത്തി എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് നിർമ്മല ജിമ്മിയുടെ പ്രതികരണം എന്നറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.